അപ്പോൾ എൻ്റെ ഈ ഒരു പുതിയ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഹെൽമെറ്റിന് ചെറിയൊരു പോയി നോക്കണം, അത് മാറ്റണം. എല്ലാം പറ്റില്ല, കാരണം വിസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ട് വലിയ കാര്യമില്ലല്ലോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അടുത്തൊരു റൈഡ് പോകാനുള്ള പരിപാടിയിലാണ്, തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ള ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളെ കൂടെ ഇതാ ഹയാബൂസ എന്നുണ്ട്, ടണ്ണാറ്, ടുഗാറ്റി സൂപ്പർ സ്പോർട്ട്, വീണ്ടും ഒരു ടണ്ണാറ് ഹണികോംബ്, 2 ഹണികോംബ് എഡിഷൻ ഉണ്ട്, പിന്നെ GSXR 1000, പിന്നെ നമ്മളുടെ ഫയർ ബ്ലേഡ്, സ്ട്രീറ്റ് ട്രിപ്പിൾ, നിഞ്ച 1000, 2024 ZX 10R. ഒരുപാട് വണ്ടിയുണ്ട് നമ്മളെ കൂടെ. സോ ലെറ്റ്സ് ഗോ. സോ നമ്മളിതാ പോകാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പോവാം. ട്രാൻസാൽപ്പ് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ നൈസ്, GSXR. വെടിയും പോകെ ആയിരിക്കും, പക്ഷെ പോകുമ്പോൾ ഭയങ്കര കോടവാനാ സാധ്യത. നല്ല കോടമഞ്ഞുണ്ട്, അതുകൊണ്ട് അങ്ങനെ പൊളിക്കാൻ പറ്റും തോന്നണില്ല. പോം. നമ്മൾ പോവാ. സോ ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. പോ. സമയം 9 മണിയായിട്ടോ. നമ്മളിനി തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോവാണ് അപ്പം
ഈ ഒരു അണ്ടർപാസിൻ്റെ അകത്തൂടെ പോയി നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് കയറണം. അപ്പോൾ അതാ ഹൈവേ കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പുതിയ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഹെൽമെറ്റിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ നല്ല കോടുണ്ടായിരുന്നു. അപ്പോൾ കോടുണ്ടായപ്പോൾ മിസ്റ്റെല്ലാം ഈ ഗ്ലാസ്സിൽ വന്നിങ്ങനെ നിന്നിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഹാൻഡ് ഗ്ലൗവിനുള്ള വൈപ്പർ കൊണ്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുടച്ച ഭാഗത്ത് ഒരുമാതിരി പെയിൻറ്റ് പോയ പോലെ, ഗ്ലാസ് വൈസറിൻ്റെ ഒരു പെയിൻറ്റ് പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമ്മളെ ഐ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ കാണുന്ന അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് കാണാൻ ഒരു ബ്ലർഡ് ഒരു വിഷനപ്പോൾ എനിക്ക് നേരെ നോക്കുമ്പം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. ഇതിൻ്റെ വൈസർ എന്നൊക്കെ മാറ്റി തരാൻ പറയണം. കാരണം ഇത് ഫസ്റ്റ് റൈഡാണ് നമ്മൾ പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചതിന് ശേഷമുള്ളത്. അപ്പം ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ വൈസർ അത് സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. നമ്മൾ വെള്ളം വന്നാൽ തുടച്ചുണ്ടാവില്ലേ, അപ്പോൾ ആ തുടച്ച ഭാഗം ഒരുമാതിരി മങ്ങിയ പോലെ ഒരു ബ്ലേഡായിട്ടുണ്ട്. ആ ബ്ലേഡ് ഞാൻ ആദ്യം വിചാരിച്ചത് അത് മറ്റേ ആൻറ്റി ഫോഗിൻ്റെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് ഇതായതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ പോയി തുറന്നെടുത്ത് നോക്കിയപ്പോഴാണ് പുറത്തുള്ള ഒരു സ്ക്രാച്ച് പോലെ ഒരു മങ്ങിയ ഒരു ഫീല് വന്നത്. അപ്പോൾ അത് എത്ര നമ്മൾ ഇത് തുടച്ചിട്ടൊന്നും പോകുന്നില്ല. അതിന് ഏതായാലും അത് അവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാറൻറ്റി ഉള്ള സാധനമാണ്. പോയി നോക്കണം. അത് മാറ്റണം, എല്ലാം പറ്റില്ല. കാരണം വിസിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ട് വലിയ കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ അത്തിബല്ലെ ടോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.
നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ ടോളിലും ഉള്ള വണ്ടി നിർത്തുന്നത്, ഇത് ഓരോന്നും വേറെ വേറെ ടോളാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് അത് ഹൊസ്കോട്ടെ ടോളാണ്. ഇത് അത്തിബല്ലി ടോള്, നമ്മളെ സേലം റൂട്ടിലൊക്കെ പോകുന്ന, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, സേലം, ചെന്നൈ റൂട്ടിലൊക്കെ പോകുമ്പോഴുള്ള ടോളാണത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. कार्बन